ഈ കാലിലെ വെയിന് തടിച്ച് വരുന്ന ഒരു കണ്ടീഷനിലാണ് പൊതുവേ നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുകയും, പക്ഷേ ചില കണ്ടീഷനിൽ ചില ആളുകളിൽ കാലിൽ വെയിൻ തടിപ്പ് ഇല്ല, അതായത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല, പക്ഷേ ബാക്കി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചില ആളുകളിൽ കാലിലെ കളർ മാറി ചൊറിഞ്ഞ് പൊട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴായിരിക്കും അയ്യോ ഇത് വെരിക്കോസ് ആണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമുക്ക് വെരിക്കോസ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ കാര്യമാണ്. ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും പലരുടെയും ഒരു ബുദ്ധിമുട്ടാണ് ഈ വെരിക്കോസ് റിലേറ്റഡ് പ്രോബ്ലം പറയുന്നത്. പ്രത്യേകിച്ചും വെരിക്കോസ് ഇല്ലാത്തവർ വളരെ കുറവാണ്. പലരും പറയുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് വെരിക്കോസ് ഇല്ല. അപ്പോൾ നമ്മൾ പല സിംറ്റംസ് കേൾക്കുമല്ലോ. കേൾക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അപ്പോൾ വെരിക്കോസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് വെരിക്കോസ് ഇല്ല എന്ന് പറയും. പക്ഷേ സിംറ്റംസ് ഏകദേശം വെരിക്കോസുമായിട്ട് ബന്ധപ്പെട്ട രീതിയാണ് കിടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 60% വെരിക്കോസ് മാത്രമാണ് നമുക്ക് ഈ കണ്ണിൽ കാണുന്ന രീതിയിലുള്ള വെരിക്കോസ് വരുന്നത്. എന്ന് വെച്ചാൽ കാലിൽ ഇങ്ങനെ നരമ്പ് തടിച്ച് വരുന്നത്, തടിച്ച് വരുമ്പോഴാണ് നമ്മൾ വെരിക്കോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സെയിം വെരിക്കോസ് റിലേറ്റഡ് പ്രോബ്ലം തന്നെയാണ് ഈ പൈൽസ് എന്ന് പറയുന്നതും. കാരണം അവിടെയും വെയിന് തടിച്ച് വന്ന് ബുദ്ധിമുട്ടായി വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ കാലിലെ വെയിന് തടിച്ച് വരുന്ന ഒരു കണ്ടീഷനിലാണ് പൊതുവേ നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുകയും, അത് കഴിഞ്ഞേച്ച് ഭൂരിഭാഗം ആളുകളിൽ തടിച്ച് മാത്രം കിടക്കുകയും ഫർദർ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യും. പക്ഷേ ചില കണ്ടീഷനിൽ ചില ആളുകളിൽ കാലിൽ വെയിൻ തടിപ്പ് ഇല്ല, അതായത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല, പക്ഷേ ബാക്കി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പൊതുവേ ഞാൻ ഈ പറയുന്നത് ഈ മെഡിക്കൽ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല, സാധാരണ ഒരാൾക്ക് മനസ്സിലാകാനായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നമുക്കൊരു 5 സ്റ്റേജായിട്ട് ഈ വെരിക്കോസിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഒരു നരമ്പ് ഇങ്ങനെ തടിച്ച് വന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഈ സ്പൈഡർ വെബ് എന്ന് പറയും, ചിലന്തി വല പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു വെയിൻ, പ്രത്യേകിച്ചും ഈ ഇന്നർ തൈ ഏരിയയിലൊക്കെ ആയിരിക്കും അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ചിലപ്പോൾ സിംഗിൾ വെയിൻ ആയിരിക്കും, കുറച്ച് വണ്ണം കൂടിയ കട്ടിയായിട്ടുള്ള വെയിൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വെയിൻ കാണും, നമുക്ക് കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ കാല് കടച്ചിലെന്ന് പറയില്ലേ, കഴപ്പ്, വേദന, കടച്ചിൽ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാല് കടച്ചിലുണ്ടാകും, നമുക്ക് ഇരിക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ കിടക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ കാലൊന്ന് പൊക്കി വെക്കണമെന്ന് തോന്നും. അപ്പോൾ കാലിനൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിൽക്കാനുള്ള ഒരു പ്രയാസം തോന്നും. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വേദന കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്നാലും കാലിൽ നീര് വെക്കും. എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ രാവിലെ ചിലപ്പം നീരും കാര്യങ്ങളൊന്നും കാണത്തില്ല, ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുന്ന സമയങ്ങളിൽ കാല് നീര് വെക്കുന്ന കണ്ടീഷൻ. രാത്രി കടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീര് കുറയുന്നു. അതാണ് നമ്മൾ ഒരു തേർഡ് സ്റ്റേജായിട്ട് പറയുന്നൊരു കണ്ടീഷൻ. എന്ന് വെച്ചാൽ വേദനയുണ്ട്, നീരുമുണ്ട്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ കാലയിൽ ഒരു പർപ്പിൾ കളർ ഡോട്ട്സ്, പിന്നെ അത് ബ്രൗൺ ആയിട്ട്, പിന്നെ അത് ബ്ലാക്ക് ആയിട്ട് കാലിലെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഡിസ്കളറേഷൻ, കളർ മാറ്റവും ചൊറിച്ചിലും അനുഭവപ്പെടും. ഇതാണ് സത്യം പറഞ്ഞാൽ ഫോർത്ത് സ്റ്റേജ്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പുറത്തേക്ക് ബ്ലഡ് പൊട്ടി അവിടെ വ്രണമായി മാറുന്ന കണ്ടീഷനാണ് നമ്മൾ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജ് ഇതൊരിക്കലും നമ്മളിങ്ങനെ മെഡിക്കൽ ടെക്സ്റ്റ് നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാകത്തില്ല, എന്നാലും സാധാരണ ഒരാൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞ നരമ്പ് തടിച്ച് വരുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ സ്പൈഡർ വെബ് പോലെ, ചിലന്തി വല പോലെ നരമ്പ് പിടച്ച് കിടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാലിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും കാണിക്കാതെ നേരെ തേർഡ് സ്റ്റേജിലേക്ക് പോകുന്ന കാര്യമുണ്ട്. അതായത് നരമ്പ് തടിച്ച് വരത്തില്ല, വേദന അധികം എടുക്കത്തില്ല, പക്ഷേ നീരും കാല് കറുത്ത് വരും, ചൊറിയും പൊട്ടും, ഇങ്ങനത്തെ സ്റ്റേജിലേക്ക് വരുന്നതുണ്ട്. അപ്പം നരമ്പ് തടിച്ച് വരാത്തത് കൊണ്ട് നമ്മൾ ആ സ്റ്റേജ് എല്ലാം മറന്നിട്ട് കാലയിലെ കളർ മാറി ചൊറിഞ്ഞ് പൊട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴായിരിക്കും അയ്യോ ഇത് വെരിക്കോസ് ആണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമുക്ക് വെരിക്കോസ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ കാര്യമാണ്.